യൂത്ത് കോൺഗ്രസുകാരോട് യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രി ആക്രമിക്കാൻ പോകുന്നുവെന്നായിരുന്നു പിന്നീട് വാർത്താ സമ്മേളനത്തിൽ ജയരാജൻ പറഞ്ഞത്. മാധ്യമങ്ങളോട് പറഞ്ഞത് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ചെന്ന ആളുകളെ തടയുക മാത്രമാണ് ചെയ്തത്. പക്ഷേ അന്വേഷണത്തിലൊക്കെ ആരാണ് കയ്യേറ്റം ചെയ്തതെന്നും 3 ആഴ്ചത്തെ യാത്രാവിലക്കുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇൻഡിഗോ ബഹിഷ്കരണം അവസാനിപ്പിച്ച ജയരാജൻ നിലപാടിനോട് കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ്? തീർച്ചയായും ഇ പി ജയരാജൻ എനിക്ക് തോന്നുന്നു CPM-ന്റെ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണെന്നാണ് തോന്നുന്നത്. തീർച്ചയായും അദ്ദേഹം അത്തരം നിലപാടെടുക്കും. അതൊക്കെ ഒരു കോമഡിയായി മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു വിമാനത്തിൽ കയറി യാത്ര ചെയ്ത ആളുകൾ പ്രതിഷേധിച്ചപ്പോൾ അവരെ ക്രൂരമായി തല്ലിയൊരു ഗുണ്ടയെ പോലെ പെരുമാറിയ ഒരാളായിരുന്നു ഇ പി ജയരാജൻ എന്ന് ആ വിഷ്വൽ കണ്ട എല്ലാ ആൾക്കും അറിയാം. തീർച്ചയായും സ്വാഭാവികമായും അതിനകത്ത് ഇന്ത്യയുടെ അന്വേഷണത്തിനകത്ത് ഇ പി ജയരാജൻ അതിന് കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ ഇ പി ജയരാജൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ ഇ പി ജയരാജന് അനുകൂലമായ ഒരു നിലപാട് ഇന്ത്യ കൊടുക്കാത്തത്. അതിന്റെ പേരിൽ എലിയെ പോയിട്ട് ചില്ലം ചുടുക എന്നുള്ള പോലത്തെ ഒരു നിലപാടാണ് ജയരാജൻ എടുത്തത്. അതേക്കാലം അത്രയും അങ്ങനെ എടുക്കില്ല എന്ന് ബോധ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഏതായാലും ജയരാജൻ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ ഇൻഡിഗോയിലെ വിലക്ക് മാറ്റി യാത്ര ചെയ്യുന്നൊക്കെ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത്. ഏതായാലും നമുക്കറിയാം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, ജയരാജൻ പാർട്ടിയിൽ എങ്ങനെയാണെന്നുള്ളതും ജയരാജൻ ആർക്കു വേണ്ടിയാണ് വിമാനത്തിൽ കയ്യേറ്റം നടത്തിയത്, അദ്ദേഹവുമായുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളതും ഒക്കെ അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി ഈ 2-2.5 വർഷത്തിനകം. അതാണല്ലോ ഞാൻ പറഞ്ഞത്. ജയരാജന്റെ CPM രാഷ്ട്രീയം തന്നെ എന്തെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അതിനു മുമ്പിലാണല്ലോ ഈ വിലക്ക് അദ്ദേഹം നിർത്തിയത്. യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ പിണറായി വിജയന്റെ ഒരു സംരക്ഷകനായി നിന്ന ഒരാളായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. കേരള രാഷ്ട്രീയത്തിൽ ഈ കണ്ണൂർ ലോബി എന്ന് പറയുന്ന ലോബിക്ക് നേതൃത്വം കൊടുക്കുകയും അതിനകത്ത് വെട്ടിനിരത്തേണ്ടവരെല്ലാം വെട്ടിനിരത്തി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസനായി നിന്ന ഒരാളായിരുന്നു. പക്ഷേ വീണ്ടും ഇ പി ജയരാജൻ, എനിക്ക് തോന്നുന്നു ഇ പി ജയരാജന് മാത്രം വേണ്ടിയല്ല, പിണറായി വിജയന് കൂടി വേണ്ടിയാണ് BJP നേതാക്കന്മാരൊക്കെയുള്ള സമ്പർക്കവും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ഡീലിംഗ് ഒക്കെ നടത്തിയത്. അങ്ങനെയെങ്കിൽ ഞാൻ രക്ഷിച്ചുകൊള്ളാമെന്നുള്ളൊക്കെ തീരുമാനമെടുത്തു. അവസാനം ശിവശങ്കരനെ കൈവിട്ടതുപോലെ പിണറായി വിജയൻ ജയരാജനെയും കൈവിടുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും അടുത്തത് അജിത് കുമാർ ആവാം. അങ്ങനെയാണല്ലോ പിണറായി വിജയന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് പിണറായി വിജയനെ എല്ലാ സംരക്ഷണവും കൊടുത്ത് മുമ്പോട്ട് പോയി ഇ പി ജയരാജൻ BJP ബാന്ധവം എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയായിരിക്കും ആ രൂപത്തിലുള്ള ഇടപെടലും കാണലൊക്കെ കണ്ടത് എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്കും എല്ലാവർക്കും ബോധ്യമാണ്. പക്ഷേ ഇ പി ജയരാജനെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും CPM-നകത്ത് വലിയ ശാക്തിക ചേരികൾ വീണ്ടും രൂപം കൊള്ളുന്നു. പിണറായി വിജയൻ അപ്രമാദിത്വം അംഗീകരിക്കുന്ന ഒരു നേതൃത്വം ഇപ്പോൾ അതിനകത്തില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജൻ ഇപ്പോ വീട്ടിലിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ആ പിണറായി വിജയനുമായിട്ടുള്ള പഴയ ബന്ധം അദ്ദേഹം അവസാനിപ്പിച്ചതുപോലെ തന്നെയാണ് അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്ത് അദ്ദേഹം മാറ്റിയിരിക്കുന്നു. തീർച്ചയായും ഇനി പാർട്ടിയുടെ മേൽക്കമ്മിറ്റിക്കകത്ത് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഈ നടപടി വന്നാൽ തീർച്ചയായും അദ്ദേഹം വീട്ടിലിരിക്കും. വീട്ടിലിരിക്കേണ്ട ഒരാൾക്ക് ഇനി ഇന്ത്യയുമായിട്ട് എന്ത് ബന്ധം? പിണറായി വിജയന് വേണ്ടിയാണല്ലോ ഈ കേക്കുത്തൊക്കെ കാണിച്ചത്. എന്നിട്ട് ആ സംരക്ഷിക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ആ കൈപിടിക്കാൻ പിണറായി വിജയൻ ഇല്ലാത്തതിന്റെ പേരിൽ പിന്നെ എന്തിനാണ് ഇന്ത്യ ബഹിഷ്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ജയരാജൻ സ്വാഭാവികമായും ചിന്തിച്ചിട്ടുണ്ടാവും. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ ബഹിഷ്കരണ നിലപാട് മാറ്റിയതെന്നുള്ളതാണ് പറയാനുള്ളത്. ശരി, റിജിൽ മാക്കുറ്റിയാണ് പ്രതികരിച്ചത്.